ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മക്കളെ, ചേനയാണ് ഇത് കേട്ടോ. ചേനൻ്റെ വിത്താണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് സേലത്ത് ചേന പുളിങ്കറി വെക്കൽ. അപ്പോൾ ഇത് ആദ്യം ഈ വിത്ത് ഒന്നുകൊണ്ട് പീങ്ങി എടുക്കണം കേട്ടോ. നല്ലോണം അതിൻ്റെ മണ്ണൊക്കെ കേകി കളഞ്ഞങ്ങാണ്ടേ ഒന്നുകൊണ്ട് പീങ്ങി എടുക്കട്ടെ. അപ്പോൾ എന്താ പീങ്ങി നമ്മൾ കുക്കറിലാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ ചട്ടിയിൽ വെച്ചാൽ വെന്ത് കിട്ടണമെങ്കിൽ കുറേ നേരമാകും. അപ്പം നമ്മളിത് വേണം കുക്കറിലാണ്ട് വെച്ചിങ്ങാണ്ടേ നല്ലോണം വേവിച്ചിക്കണ്. ഉണ്ടല്ലോ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇനി അതൊന്ന് തോല് ഉരിച്ചെടുക്കട്ടെ. അങ്ങനെ പിച്ചി പൊളിച്ചാണ് വേണം പോരുവേ. പിന്നെന്താ, നന്നാക്കാനും എളുപ്പമാണ്. ചൊറിയണോൽക്കൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ചൊറിയിലല്ല, വെന്തില്ലേ. അപ്പോൾ അതും ഒരു സമാധാനമാണ്. ഇത് എത്ര മാസം അയക്കണ് പറിച്ചിട്ടെന്ന് അറിയില്ല കേട്ടോ മക്കളെ. ഉണങ്ങി ചുക്ക അയക്കണ്, എന്നിട്ടേ ഇത് ഉണ്ടാക്കുകയുള്ളൂ. എന്നെങ്കിലും ഉള്ളു ചൊറിയാതെ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒരു പകുതി ഉണക്കി അതായിട്ടുള്ളൂ എന്ന് വെച്ചാൽ ചൊറിഞ്ഞിട്ട് നിൽക്കില്ല, വെറും ചൊറിയക്കാരം. കുടൽമക്കൊക്കെ കൈയിട്ടാൽ മാന്താൻ കഴിയൂലല്ലോ, കൈയിടാനും കഴിയൂലല്ലോ. അങ്ങനെ തോന്നും, അങ്ങനത്തെ ചൊറിയക്കാരം കേട്ടോ. പക്ഷേ നമ്മളെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്തുള്ളതൊന്നും അങ്ങനെ ചൊറിയണമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ ചേനയ്ക്ക് ഒരു ഒടുക്കത്തിലെ ചൊറിയാണ് മക്കളെ. അപ്പോൾ അതാ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. ഇതൊക്കെ നന്നാക്കാനാണ് എളുപ്പം. ഇങ്ങനെ വേവിച്ചിനീനെ കൊണ്ട് അതൊരു സമാധാനമാണ്. ആ കയ്യിന് ചൊറിച്ചിൽ വരില്ലല്ലോ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് മക്കളെ. കാരണം നിങ്ങളെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമുക്ക് വലിയ പ്രധാനമേ. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ, സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മുന്നേറാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതിൻ്റെ മുന്നേ ഉള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കണ് നമ്മളെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കണം കേട്ടോ. കഴിയുന്നിടത്തോളം വീഡിയോ കണ്ടുങ്ങാണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഒന്നും വലിയ സുഖമില്ലാന്നുണ്ടെങ്കിലും സുഖമുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരും ഞാൻ. ഒന്നാമത്തെ എൻ്റെ അത്രയും വയ്യ എൻ്റെ ഫോണിന്, അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതാ നമ്മൾ തോലൊഴിച്ച ചേനൻ്റെ വിത്താണ് കേട്ടോ. അതങ്ങോട്ട് അരിഞ്ഞങ്ങാണ്ടേ അതങ്ങോട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ അത് അവിടെ അരിഞ്ഞ് കഴിഞ്ഞു. ഞാൻ അയക്കില്ലതൊക്കെ അരച്ചിങ്ങാണ്ടേ ഇതാ വെളുത്തുള്ളി കണ്ടോളി, നല്ലോണം കുറച്ച് വെളുത്തുള്ളി ഇടണം കേട്ടോ. ഇത്രയും വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു 3 തക്കാളിയും പിന്നെ അതിക്ക് പുളിയും തേങ്ങയും പിന്നെ അതിക്കിടണ മസാല എന്താ ഞാൻ കാട്ടിത്തരാം. ഈ ഉള്ളി ഒന്നും അരിഞ്ഞോട്ടെ. ഒന്നും നടുവൊളിച്ചാൽ മതി, കാരണം ചെറിയ ഉള്ളിയല്ലേ. വലിയ ഉള്ളിയാണ് ഇട്ടത്, ചീരുള്ളിയൊന്നുമല്ല. നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വാങ്ങൽ. കാരണം അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല ഈ പോത്തനുള്ളി. വലിയ അലാക്കിൻ്റെ ഉള്ളി ആകുമ്പോൾ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, ചക്ക കഷ്ണം മാതിരി കിടക്കും. അരച്ചിട്ട് വെക്കുകയാണെങ്കിലും താളിച്ച് വെക്കുകയാണെങ്കിലും ഒക്കെ അതൊരു ചണ്ടിയായി കിടക്കും. അപ്പോൾ അതാ വെളുത്തുള്ളി, ഈ 3 തക്കാളി ആയിക്കാണ്ട് അരിഞ്ഞിട്ടുങ്ങാണ്ടേ അതിക്ക് കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് അതാണ് അതിൻ്റെ മസാല. അപ്പോൾ അതാണ് അരച്ചിട്ട് ഇനി അതാ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ, ഒന്ന് വെച്ച് നോക്കോണ്ടി. നല്ല ടേസ്റ്റാണ്. പുളി ഇടുന്നതുകൊണ്ട് പിന്നെ ഒരു വ്യത്യാസമാണ്. കാരണം പുളി ഇടാതെയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറിൻ്റെ മാതിരി തന്നെ ഇറച്ചിക്കറി വേണ്ടി വരില്ല. ഈ ചേനക്കറിയാണ് കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണയും ഓയിലും കൂടിയും കൂട്ടി വെച്ചതാണേ, മിക്സ് ആക്കിങ്ങാണ്ട് അങ്ങനെയാണ് എടുക്കൽ, എണ്ണ ഉപയോഗിച്ചൽ. അപ്പോൾ അതാ അങ്ങോട്ട് നോക്കുകയാണെ ഇതിക്കും വടകം തന്നെയാണ് ഇടുക കേട്ടോ. താളിച്ചാനേ അതാണ് ഇട്ടാൽ പിന്നെ അതിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും സേലത്തെ കറിക്ക് എല്ലാ കറിക്കും ഒരേ കൂട്ടാണ്. അല്ല കേട്ടോ, വ്യത്യാസങ്ങളുണ്ട്, നല്ല വ്യത്യാസങ്ങളുണ്ട്.
ഓരോ കറിയും കൊണ്ട് നമ്മളെ സാഹചര്യം മോശമായിട്ടാണ് മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരോ വിധങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ഓരോ വിഷയങ്ങളും ഉണ്ട് കേട്ടോ. ഇതാ അപ്പം ഞാൻ മസാല ഇട്ടു. ഞാൻ മസാല ഒന്ന് നല്ലോണം വറ്റിങ്ങാണ്ടേ അതിൻ്റെ പച്ചമണക്കട മാറിങ്ങാണ്ട് എണ്ണ നിർത്തി തെളിയണം. അതുവരെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തുങ്ങാണ്ട് ഇതാക്കുക. അപ്പോൾ നിങ്ങൾ കരുതണുണ്ടാവും ഈ ചേന ഇങ്ങനെ വേവിച്ചിങ്ങാണ്ട് ഇതാക്കിയാൽ കറി കലങ്ങൂലേ, ആകെ പിന്നെ ചേന കലങ്ങി ഉടയൂലേ. ഇല്ല മക്കളെ, ഒന്നും ആകൂല കേട്ടോ. നിങ്ങൾ കണ്ടോളി. ചേന നമ്മൾ അരിഞ്ഞിട്ട് അതേ കഷ്ണം ആ കഷ്ണമായിട്ട് കിടക്കും. അതാണ് കാണാനൊരു രസം. ആദ്യം എനിക്കും അങ്ങനത്തെ തോന്നലുണ്ടായിട്ടോ. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇത് പായസം പോലെ ആവൂലേ. ഇല്ല. ഇതാ അപ്പോൾ നോക്കാം നിങ്ങൾ എണ്ണ തെളിഞ്ഞങ്ങാണ്ട് മസാലയൊക്കെ നല്ലോണം വറ്റി വാസനയൊക്കെ മാറിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ആ അരിഞ്ഞ് വെച്ച ചേന കണ്ടിട്ട് കൊടുക്കുക. അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ചേനൻ്റെ വിത്ത് ഇങ്ങനെ. എനിക്കും അറിയില്ലേന്നു. ഇനി നമ്മളെ നാട്ടിലുള്ളവരുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളെ വീട്ടിലുള്ള ചേനക്കൊന്നും വിത്തുകൾ ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഒന്നിങ്ങനെ പിന്നെ ബലൂൺ വീർപ്പിച്ച മാതിരി ഒരു മൊട്ട് ഇങ്ങനെ വന്നേക്കും, അല്ലാതെ വിത്തായിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ മിക്സി കഴിഞ്ഞാണ്ട് തുള്ളി വെള്ളമായിക്കണം പാർന്നിക്കണു. എന്താ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ കഷ്ണമായി കണ്ടിട്ട് കൊടുത്തു. ഞാൻ ഒന്നേരം തളിച്ചിട്ടേ അതിൽ കുറച്ച് പുളിങ്ങിയാണ് നോണ്ടി പിഴിഞ്ഞ് പാരുക. പുളി നല്ലോണം ഒന്നും കേട്ടോ മുന്നേക്ക് നിൽക്കണം കേട്ടോ. അപ്പോഴുള്ള അതിൻ്റെ രസം കിട്ടുക. ഇതൊന്നിട്ട് തളിച്ചിട്ടേ ഇതായിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിന് പിന്നെ ഞാൻ കണക്ക് പറയണില്ല, കാരണം ഇവിടെ 2 വിധ ആൾക്കാരാണ് ഉപ്പിൻ്റെ. ഒരു കൂട്ടർക്ക് കമ്മിയാണ്, ഒരു കൂട്ടർക്ക് കൂടുതലുമാണ്. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് ബോട്ടിലിൽ അവിടെ എടുത്ത് വെച്ച് കൊടുക്കും. അതുപോലെ അങ്ങനെ ഇട്ട് തിന്നോളും. അപ്പോൾ അതാ തേങ്ങ അരച്ചത് വയ്ക്കണം പാരുക. അപ്പം ഇങ്ങോട്ട് നോക്കാം നിങ്ങൾ. ഇതൊന്നും ഇങ്ങോട്ട് തിളച്ചേക്കിന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നറിയാം നിങ്ങൾ. ഇത് കൂട്ടി ചോറ് വേവിച്ചാലും മതിയാക്കൂല മക്കളെ. അത്രയും നല്ല ടേസ്റ്റാണ്. ഒന്നും വേണ്ട ഈ കറിൻ്റെ ഒപ്പം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. കറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ മക്കളെ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ കിടന്ന മസാലയും ഒക്കെ ഞാൻ കാണിച്ചെന്നില്ലേ. നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.